ഹലോ ഗേസ്, ഇന്ന് നമ്മൾ കാർ എടുത്ത് പോവുകയാണ്. പോയിട്ട് ഇന്ന് ആദ്യം തന്നെ എൻ്റെ ഉമ്മ മുടിവെട്ടാൻ പറഞ്ഞു. ഗാന്ധി മുടിവെട്ടാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ രാവിലെ ന്യൂസ് നോക്കിയപ്പോൾ നല്ല ഇടിവെട്ടിയ മഴ വരുമെന്ന് കണ്ടിരുന്നു. നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ എന്നാൽ ബാർബർ ഷോപ്പിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബാർബർ ഷോപ്പിൽ എത്താനായി. ഇപ്പോൾ എത്തും. ബാർബർ ഷോപ്പിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ബാർബർ ഷോപ്പിൽ മുടി വെട്ടാം. ഇനി എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഗാന്ധിയുടെ വീട്ടിൽ നിന്ന് ഞാൻ പോവുകയാണ്. ഇനി എൻ്റെ വീട്ടിൽ വെച്ച് കാണാം. അതുകൊണ്ട് നമ്മൾ മുടി വെട്ടാൻ പോകും. മുടി വെട്ടാൻ ഇരിക്കുകയാണ്. മുടി വെട്ടാം. ചേച്ചി നല്ല ഹെയർ സ്റ്റൈലൊക്കെ ഇട്. നല്ല നോക്കണം. ഓക്കെ, ചേച്ചി പോയി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇരുന്ന് നോക്കാം. മുടി വെക്കണം. ചേച്ചി നല്ല സ്റ്റൈലിനെ വെച്ചിക്കോട്ടാ. നല്ല താരങ്ങൾക്ക് മുടി നോക്കി. കുറച്ച് താരം വെച്ചണം. വീട്ടുപേര് മുടിയില്ലാത്ത മുടി വെച്ചേർന്ന സമ്പ്രദായം പണ്ടേ തുടങ്ങിയിരുന്നു. നമുക്ക് മുടി വെക്കാം. വേഗം വെച്ചേച്ചി, എനിക്ക് വേഗം പോകണം. ഈ സ്റ്റൈല് വേണ്ട. വാട ഈ സ്റ്റൈല് വേണ്ട. മുട്ട ആടാ മുട്ട അടിക്കുന്നു. മുട്ട ഈ സ്റ്റൈല് പിന്നെ കുഴപ്പമില്ല. ഈ സ്റ്റൈല് തന്നെ വെക്കാം. ഇതെല്ലാം കുട്ടപ്പനാക്കി തന്നെയല്ലോ. ഓക്കെ, ഇനി അടുത്ത താടി വെക്കണം. നല്ല താടി വെച്ചിട്ടോ. ഇത് വേണ്ട. ഈ താടി കുഴപ്പമില്ല. ഇതെത്തോ. ധീരമായ സംഭവമല്ല. മീശയും താടിയില്ലാതെ മീശയും താടി വെച്ചെടുക്കുന്ന മെഷീനാണ്. ഓക്കെ ചേച്ചി, കഴിച്ചതാണല്ലേ? നമുക്ക് പോവാം. ഞാൻ പോന്നു കേട്ടോ ചേച്ചി. ഇനി അടുത്ത പ്രാവശ്യം മുടിയെല്ലാം കുറച്ചുകൂടി അടുത്ത പ്രാവശ്യം വെട്ടാൻ വരുമ്പം കാണാം. നാളെ കേട്ടോ ചേച്ചി. അതെല്ലാം കഴിച്ചെനിക്കല്ല. നമുക്ക് ഇപ്പോൾ തന്നെ മഴയെന്ന് എനിക്ക് തോന്നുന്നത്. 5 മിനിറ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കാം. നമുക്കിനി ഈ സിറ്റി കുറച്ച് കണ്ടുനോക്കാം. വണ്ടർഫുൾ സിറ്റി ഇതാണ് പറയേണ്ടത്. നല്ല സിറ്റിയാണ് കേട്ടോ. അവിടെ കാലം കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമ്മള് ഇടിയിട്ട് മഴ വരുന്നിരിക്കുകയാണ്. നമുക്ക് ഈ സിറ്റിയിൽ ഇതിപ്പോൾ ആരും കാണില്ല. എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വായിലടിച്ചെന്ന് തോന്നുന്നു. നമുക്കിന്ന് ഈ സിറ്റി ഫുള്ള് കറങ്ങി നോക്കാം. പിന്നെ എൻ്റെ ഫ്രാങ്കിൻ്റെ വീട്ടിലേക്കും ഒന്ന് പോകണം. ഓക്കെ, ഫ്രാങ്കിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ആദ്യം തന്നെ കുളിക്കണം. രണ്ടാമത്തെ കുളിക്കാത്ത എന്തായാലും വായത്ത് ഓടുമ്പോൾ കുട കിട്ടാന് നേരെ വായത്തേക്ക് ഓട്ടിൻ്റെ മുകളിൽ ഇറങ്ങിയില്ല. അടിച്ച് പോയിക്കും. മര്യാദക്ക് പോയിക്കോ. നല്ല കാലല്ല. കിട്ടാതെ ആളാണോ ലോക്കാക്കിയിട്ട് പോയെ. ഫ്രാങ്കിനോട് കളി ലോക്ക് പൊട്ടിട്ട് കിടക്കും. ഓക്കെ, നമുക്ക് പോകാൻ തുടങ്ങാം. ഓക്കെ, കുറച്ച് നേരങ്ങൾക്കുള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തും. ഓക്കെ, നല്ല മഴ. ഈ വണ്ടി കൺട്രോളും കിട്ടില്ല. സ്ലിപ്പാണ് വണ്ടി. ഓക്കെ,
നമുക്ക് ഈ വണ്ടി വെക്കാം. കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഫ്രാങ്കിളിന്റെ വീട്ടിലേക്ക് എത്താനായി. കുറച്ച് ദൂരം കൂടിയുള്ളൂ ഫ്രാങ്കിളിന്റെ വീട്ടിലേക്ക്. നമുക്ക് പോകാം. പോയിട്ട് ആദ്യം തന്നെ കുളിച്ച് കടന്നുറങ്ങണം. കഴിയുന്നില്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എത്ര ദൂരമാണെന്ന് അറിയാമോ ഫ്രാങ്കിളിനോട്? അടുത്ത വീഡിയോയിൽ നമുക്ക് കടലിലേക്ക് പോകണം. ഓക്കെ, ബീച്ചിലേക്ക് പോകാനുണ്ട്. ഫ്രാങ്കിളിന്റെ വീട്ടിലേക്ക് പോയിട്ട് ആദ്യം തന്നെ കുളിക്കാം, എന്നിട്ട് കടന്നുറങ്ങാം. വീട്ടിലേക്ക് എത്തി. കാറ് ഗാരേജിലേക്ക് എത്തിയിട്ട് നമുക്ക് നോക്കാം. അതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഗാരേജിൻ്റെ ഉള്ളിലെത്താം. കാറിൻ്റെ സിഗ്നല് പൊട്ടിയിട്ടുണ്ട്, അതൊന്നും ശ്രദ്ധിക്കണ്ട. പോലീസിൻ്റെ എല്ലാം അടിച്ച് കൊണ്ടിട്ട് തന്നെ വരുന്നു. ആദ്യം തന്നെ ഉള്ളിൽ കയറിയിട്ട് കുളിക്കാം. സ്വിമ്മിംഗ് പൂൾ ഉണ്ടായതുകൊണ്ട് ആദ്യം തന്നെ പോയിട്ട് എട്ട തുള്ളുള്ളിയാൽ മതി. അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് പൂളിൽ പോയിട്ട് കൊള്ളാം. ആ കുളിക്കട്ടാദ്യം ചാടിക്കോടാ ഫ്രാങ്കിളിനെ. നല്ല കുളിയിട്ട് ഇറങ്ങണം. നമ്മളെ ഇവിടെ ഇരിക്കുന്ന നിൽക്കുകയുള്ളൂ. നാളെ അടുത്ത വീഡിയോയുമായി വരുന്നത്.